friends, welcome to Roshinis vlog. ഇന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരു സന്തോഷകാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ 500 സബ്സ്ക്രൈബർ ആവുമ്പോഴത്തേക്കും ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അനൗൺസ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫൈബർ നെറ്റ്വർക്ക് കമ്പനി ഫോർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആണ്. കുവൈറ്റിലെ വൺ ഓഫ് ദി ലീഡിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക് അക്സസറീസ് ഇൻസ്റ്റാളേഷനും സപ്ലൈയും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുവൈറ്റിൽ എന്തെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഈ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യും. അപ്പം നമ്മൾ നേരത്തെ ഗിഫ്റ്റ് പറഞ്ഞിരുന്നത് ഹുവാവി Y9s സ്മാർട്ട് ഫോൺ ആയിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ആയിട്ടുള്ള 75 കുവൈറ്റി ദിനാർ നമ്മൾ 3 പേർക്കായി 3 ലക്കി വിനേഴ്സിനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 25 ഈച്ച് വീതം കൊടുക്കാനാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലതല്ലേ? 25 കുവൈറ്റി ദിനാർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്താൽ ഒരു 5800 to 6000 ആ റേഞ്ച് വരും. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ മണി എക്സ്ചേഞ്ച് റേറ്റ്. അപ്പം എൻ്റെ ഈ ചെറിയ ചാനൽ ഇതുപോലുള്ള ഗിവ് അവേ എന്ന് പറയുന്നത് വളരെ അമേസിംഗ് അല്ലേ, റൈറ്റ്? അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലുള്ള ഗിവ് അവേസ് ഇനിയും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ കോൺടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വാച്ച് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇടിയിറച്ചി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഇടിയിറച്ചി ഉണ്ടാക്കുന്നത് നമ്മൾ മീറ്റ് വാങ്ങിച്ച് വെച്ച് ഉപ്പും കുരുമുളകും ഒക്കെ പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കി ഇടിച്ചിട്ട് കുക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോയത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇൻസ്റ്റന്റ് ആയിട്ട് ഫ്രഷ് ബീഫ് വെച്ച് നമ്മുടെ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ഇടിയിറച്ചിയുടെ സ്വാദിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇടിയിറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വന്നോളും. നമ്മുടെ ബീഫ് കുക്കായി വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. നമുക്ക് ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ വെള്ളം വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഇറച്ചി നമുക്ക് ഇടിച്ചെടുക്കണം. ഈ ഇടിച്ചെടുത്ത ഇറച്ചി നമുക്ക് ഒന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ലെയർ ആയിട്ട് കിട്ടും. നമുക്കിനി കോൺടെസ്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ഫോർമാറ്റ് റോഷ്നീസ് വ്ലോഗ് സ്പേസ് നിങ്ങളുടെ കമൻറ്റ്. അപ്പോൾ ഒരാൾ ഒരു കമൻറ്റ് മാത്രം ചെയ്താൽ മതിയാവും. ഈ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കും. ഇനി ഞാനിവിടെ 6 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോള ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ സവോളയെല്ലാം നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടികളെല്ലാം ചേർക്കുമ്പോഴത്തേക്കിനും ഫ്ലെയിം അല്പം കുറച്ച് വെക്കണം. ആദ്യം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് വെറുതെ മിക്സിയിലിട്ട് പൊടിച്ചതാണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
ഇനി ഇതിലേക്ക് നമുക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീഫെല്ലാം നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇനിയിപ്പം നമ്മുടെ ഫ്ലെയിം എല്ലാം കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. കുറച്ച് ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എരിവൊക്കെ പാകത്തിനുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇടിയിറച്ചി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഗീവ് അവേസ് ഇനിയും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഗൂഗിളിന്റെ യൂട്യൂബ് റാൻഡം കമന്റ് പിക്കേഴ്സിലൂടെയാണ്. അപ്പൊ 3 വിന്നേഴ്സിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ കോൺടെസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഫെബ്രുവരി 15 വരെയാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്താൽ ഞാനെടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, സ്റ്റേ ട്യൂൺഡ്.